ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ ചുക്കായാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ അര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ഇപ്പം ചേർത്ത് കൊടുക്കണ്ട, അല്പം ഒന്ന് വാടിയതിന് ശേഷം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ നമുക്കൊന്ന് അടപ്പെടുത്ത് മാറ്റിയിട്ട് കുറച്ച് സമയം കൂടെ വയ്ക്കാം. വെള്ളം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് മറ്റൊരു വിഭവമായി കാണാം. അതുവരേക്കും ബൈ.